ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. എന്താണെങ്കിലും നേരിട്ട് നമുക്ക് പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകാം കേട്ടോ. ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രൊമോ തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം ഇന്ന് നമ്മുടെ അർജുൻ ഒരു കല്യാണാലോചനയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോക്കിലാണ് ശരിക്കും ആര്യയും അതുപോലെ തന്നെ അഞ്ജലിയുടെ അമ്മയും അച്ഛനും എല്ലാം ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന പ്രൊമോയിൽ നമ്മൾ കാണുന്നത് അഞ്ജലി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മായി ഇറങ്ങി വരുന്നു. ഊരുതണ്ടലൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നു. ഇതിനൊപ്പം തന്നെ ശകുന്തളാമ്മ പറയുന്നുണ്ട്, ഇനി അങ്ങനെ അധികം ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല, കാരണം നിന്നെ ഒരു കൂട്ടര് നാളെ കല്യാണം നിന്നെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, അത് എല്ലാം കൊണ്ട് ഒത്തിണങ്ങുവാണെങ്കിൽ ഉടൻ തന്നെ നിന്റെ കല്യാണം നടത്തുമെന്ന് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഞ്ജലിക്കുട്ടി ആകെ ഷോക്കഡായി പോകും കേട്ടോ. കാരണം എല്ലാത്തിനും കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എന്തായിരിക്കും അമ്മ ഇങ്ങനെ പറഞ്ഞത് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി ആലോചിച്ച് പോകും കേട്ടോ. കാരണം അർജുൻ ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന രീതിയിൽ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അത്രയധികം ഒരു ആഴത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അവരിലൊരു ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് അഞ്ജലിയുടെ വിവാഹം ഉടൻ തന്നെ നടത്തണം, ഇനി ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോയിട്ടൊരു കാര്യമില്ല എന്നൊരു തീരുമാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ശിവരാമൻ ചേട്ടനും അതുപോലെ തന്നെ അഞ്ജലിയുടെ അമ്മയെ കൂടി ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ പ്രൊമോയിൽ നമ്മൾ കണ്ട സീൻ എന്ന് പറയുന്നത് അഞ്ജലി ഇപ്പോൾ അർജുൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അഞ്ജലി പൊട്ടി കരയുന്നൊരു സീനാണ്. ചങ്ക് പൊട്ടി കരയുന്നൊരു സീന് നമുക്ക് പ്രൊമോയിൽ കാണാം. ഈ സമയത്ത് തന്നെ ആര്യ പറയുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും രാജീവ് അങ്ങനെ പറഞ്ഞത്, അപ്പോൾ ഇത്രയും നാളും അയാൾ പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു, അയാൾ അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ കിടന്ന് പറയും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ വളരെയധികം ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ നമുക്കും തോന്നുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ആ ഒരു കാര്യം അങ്ങനെ തൽക്കാലം ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ പറഞ്ഞ് ഇറങ്ങിപ്പോയത് അർജുൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഇനി അധികം വൈകാതെ തന്നെ അർജുൻ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ അല്ലേ. എന്താണെങ്കിലും വളരെയധികം സങ്കടം തോന്നുന്ന കുറച്ച് സീനുകളാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.